അങ്ങനെ വർഷങ്ങളുടെ തർക്കത്തിന് ശേഷം ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കാൻ പോവുകയാണ്. അപ്പോൾ പുറമേ നോക്കുന്നവർക്ക് അയോധ്യയിൽ ഒരു രാമക്ഷേത്രം തുറക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം മാത്രമോ അവർക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ യു പി സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇതിനെ അടുത്ത മെക്കയും മദീനയുമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നല്ലേ, അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ യു പി ഗവൺമെൻറ്റിന് റവന്യൂ മേജറായിട്ട് കിട്ടുന്നത് 10% നോയിഡയിൽ നിന്നാണ്, അതായത് അവിടെയുള്ള ടെക് സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ഇത് പോരാഞ്ഞിട്ടാണ് അവർ ഇതിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്നല്ലേ, അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ എക്കണോമി ഏകദേശം 3 ട്രില്യൺ പ്ലസ് എക്കണോമിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏത് സംസ്ഥാനമാണ് ആദ്യം 1 ട്രില്യൺ എക്കണോമി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു റേസിലാണ് പല സംസ്ഥാനങ്ങളും. അപ്പോൾ ഇതിൽ ടോപ്പ് 5ൽ ടോപ്പ് 3ൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഉത്തർപ്രദേശ് ടോപ്പ് 2വിലോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു 3 സംസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായിരിക്കും ഫസ്റ്റ് 1 ട്രില്യൺ അടിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററിയിൽ ഉത്തർപ്രദേശിൻ്റെ പേര് വരാൻ വേണ്ടിയാണ് ഇപ്പോൾ യോഗി സർക്കാർ ഏകദേശം 32,000 കോടി ആദ്യത്തെ ഫേസിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പിന്നിൽ ഏകദേശം ലക്ഷക്കണക്കിന് കോടികളാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അടുത്ത മെക്കയും മദീനയും ആവുക എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ടാവും. ഹായ്, എൻ്റെ വെരേഷൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അടുത്ത മെക്കയും മദീനയുമായിട്ട് അയോധ്യനെ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ഇത്രയധികം കോടികൾ ഉത്തർപ്രദേശ് സർക്കാർ ചെലവാക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തത്, എങ്ങനെയാണ് ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ലാഭമായി മാറാൻ പോകുന്നത്. ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറേയധികം ബിസിനസ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താക്കാൻ തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഹായ്, അയോധ്യ എങ്ങനെയാണ് അടുത്ത മെക്കയും മദീനയുമായി മാറാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ടാവും. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ അയോധ്യ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഫേമസ് എന്ന് നോക്കാം. അതായത് അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ഹിന്ദുക്കളിൽ മാത്രമല്ല ബുദ്ധിസത്തിലും ജൈനസത്തിലും വളരെയധികം ഫേമസ് ആണ്. ഹിന്ദുക്കളിൽ എന്തുകൊണ്ടാണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹിന്ദുക്കളുടെ ദൈവമായ രാമൻ ജനിച്ച ഭൂമിയാണ് ഈ അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെറും പറച്ചിൽ മാത്രമല്ല, എവിഡൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ മുസ്ലിംസും അതുപോലെ തന്നെ അറബ്സും വരുന്നതിന് മുമ്പ് തന്നെ എഴുതിയൊരു ബുക്കാണ് രാമായണം എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്കിൽ തന്നെ അയോധ്യനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെയുള്ള അമ്പലത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഹിന്ദുക്കൾ എല്ലാം തന്നെ ഈ ഒരു സ്ഥലം അത്രയും പുണ്യമായി കരുതുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിനാണ് 500 വർഷങ്ങൾക്ക് മുമ്പ് ബാബർ വരികയും അവിടെയുള്ള അമ്പലത്തിനെ, അതായത് ക്ഷേത്രത്തിനെ തകർത്ത് അവിടെ ഒരു മുസ്ലിം പള്ളി, ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി നിർമ്മിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് തർക്കം തുടങ്ങിയത്. അതിനുശേഷം ഇൻഡിപെൻഡൻസ് ആയപ്പോൾ തന്നെ ആ ഒരു തർക്കം രൂക്ഷമാകുകയും 2019 നവംബർ 9 സുപ്രീം കോടതി ഒരു വിധി പറയുകയും ചെയ്തത്. അതായത് ഏകദേശം 3 ഏക്കർ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാനും അതുപോലെ തന്നെ ഒപ്പം 5 ഏക്കർ മുസ്ലിം പള്ളി പണിയാൻ വേണ്ടിയും കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസിലോട്ട് പോകുന്നില്ല. കേസിനെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു വിധി ശരിയാണോ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ 2 വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ കേസിനെ കുറിച്ചും രണ്ടാമത്തെ വീഡിയോയിൽ ആ ഒരു വിധി ശരിയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ള ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തൊട്ട് ഒരു ടൈം ലൈൻ പോലെ പോകും. അതായത് യു പി സർക്കാർ ഇവിടെ 500 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് യു പി സർക്കാർ തിരിച്ച് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് മെച്ചങ്ങളാണ് വരാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അയോധ്യയിൽ വരാൻ പോകുന്നത് മഹാകാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അയോധ്യയിൽ വരുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് അയോധ്യയിലുള്ള രാമക്ഷേത്രം തന്നെയാണ്. അതായത് ഒരു ഡൗട്ടുമില്ല, ഈ രാമക്ഷേത്രം തന്നെയാണ് അയോധ്യയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ്. അപ്പോൾ ഇതിനായിട്ട് 5500 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് യു പി സർക്കാരോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റോ കൊടുത്ത പൈസയല്ല. അതായത് ഈ ഒരു 5500 കോടിയും ലോകത്തുള്ള പല വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലുള്ള ഹിന്ദുസും അവരുടെ ഭാഗത്തു നിന്ന് ഓരോ രൂപയും അതുപോലെ തന്നെ 10 രൂപയും അവരാൽ കഴിയുന്ന വിധത്തിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അമ്പലം കെട്ടാൻ വേണ്ടിയുള്ള 5500 കോടി രൂപയും കൊടുത്തത്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ യു പി സർക്കാരിനോ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇല്ല. അപ്പോൾ ഈ ഒരു അമ്പലം 5500 കോടിയിൽ കിട്ടാൻ പോകുന്ന ഈ ഒരു അമ്പലം ഏകദേശം 161 മീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 1200 പില്ലേഴ്സും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലം കെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്ന പ്രതിഷ്ഠ, അതായത് ശ്രീരാമൻ്റെ പ്രതിഷ്ഠ ഏറ്റവും വലുതുമായിരിക്കും. അതുപോലെ തന്നെ അത് ഏകദേശം ജനുവരി 2024 ആകുമ്പോൾ തന്നെ, അതായത് അമ്പലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പണികളെല്ലാം തുടങ്ങി അവിടെ സ്റ്റാച്യു എല്ലാം തന്നെ ഫിക്സ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം ഏകദേശം 3 ഏക്കർ വീതിയിൽ ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അതായത് ക്ഷേത്രം മൊത്തം 3 ഏക്കർ സ്ഥലമുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ യു പി സർക്കാർ കണക്കാക്കുന്നത്
അതായത് വരുന്ന ടൂറിസ്റ്റിനും അതുപോലെ തന്നെ ഭക്തർക്കെല്ലാം തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇവിടെ നേരിടേണ്ട വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥലം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥലം കുറഞ്ഞ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ശബരിമല എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ സ്ഥലത്തിന് വളരെയധികം പരിമിതിയുണ്ട്. ഇതുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നമാണ് അവിടെ വരുന്നത്. അതായത് അക്കോമഡേഷൻ തൊട്ട് അവിടെയുള്ള പോലീസിൻ്റെ ബിഹേവിയർ തൊട്ട് പല പ്രശ്നങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതായത് 3 ഏക്കർ ഫുള്ളായിട്ട് അമ്പലം പണിയാൻ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇത്രമാത്രം വലിയൊരു ക്ഷേത്രം അതും ഇത്രയും കോടികൾ ചെലവാക്കി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഓഡിയൻസും അതുപോലെ തന്നെ ഭക്തന്മാർ മാത്രമല്ല പോകുന്നത്. അതായത് ടൂറിസ്റ്റുകൾ വിവിധ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഭക്തന്മാരെല്ലാം തന്നെ അവിടെ എത്തിച്ചേരുമെന്ന് അയോധ്യയിലുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡെവലപ്പ് ചെയ്തത് ശ്രീരാമ എന്ന് പറയുന്ന എയർപോർട്ടാണ്. അപ്പോൾ ഈ ഒരു എയർപോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടും അതുപോലെ തന്നെ ഏഷ്യയിലെ വലിയ എയർപോർട്ടും ലോകത്തിലെ 4ാമത്തെ വലിയ എയർപോർട്ടും ആയി തീരാൻ പോകുന്ന എയർപോർട്ടാണ് ഈ ശ്രീരാമ എയർപോർട്ട് എന്ന് പറയുന്ന ഈ ഒരു എയർപോർട്ട്. അപ്പോൾ ഈ ഒരു എയർപോർട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിച്ച് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ വർഷവും ഏകദേശം 2 കോടി ഭക്തന്മാരാണ് അവിടെ എത്തുക എന്ന് ആണ് ഇപ്പോൾ UP സർക്കാർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലും കൂടുതലാണ് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. പക്ഷേ ചുരുങ്ങിയത് 2 കോടി ആൾക്കാരെങ്ങാനും അവിടെ എത്തും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും എത്തിച്ചേരുമ്പോൾ മറ്റു പല അതായത് എയർപോർട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്രൗഡ് കൂടും. അപ്പോൾ ആ ഒരു ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും വലിയൊരു എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൻ്റെ നിർമ്മാണ പണികളെല്ലാം അവസാനിച്ച് ഈ ഒരു ഡിസംബർ 30 അതായത് വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നരേന്ദ്രമോദി തന്നെ അവിടെ പോയി ഓപ്പൺ ചെയ്യും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ക്ഷേത്രം തുറക്കുന്നതിൻ്റെ ഏകദേശം 22 ദിവസം മുമ്പ് തന്നെ. അപ്പോൾ ഒപ്പം തന്നെ അതായത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന പാസഞ്ചേഴ്സും അതുപോലെ തന്നെ ടൂറിസ്റ്റ് എല്ലാം തന്നെ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അടുത്തതായിട്ട് അതായത് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ബസ് സ്റ്റാൻഡും ഇവിടെ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതായത് പലരും അതായത് ഇവിടെ വന്നിട്ട് ഗൈഡിനെല്ലാം എടുക്കുന്നുണ്ടെങ്കിലും അവർ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പലരും ആശ്രയിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു എയർപോർട്ടിൻ്റെ ഒപ്പം തന്നെ വലിയൊരു ബസ് സ്റ്റാൻഡ് കൂടെ അവിടെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ബസ് ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം അതായത് ഈ ഒരു അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിൽ ഏകദേശം 5 ഡിസ്ട്രിക്റ്റിനെ മൊത്തം കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മൊത്തം ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള പല സ്ഥലത്തിലും അതായത് ടൂറിസ്റ്റ് സ്ഥലങ്ങളും അതുപോലെ അതായത് മറ്റു പല ക്ഷേത്രങ്ങളിലോട്ടെല്ലാം പോകാൻ വേണ്ടി ഏകദേശം 5 ഡിസ്ട്രിക്റ്റാണ് അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 ഡിസ്ട്രിക്റ്റിലോട്ടും ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഏകദേശം 20,035 കിലോമീറ്ററിലാണ് ഹൈവേ അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈവേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 5 ഡിസ്ട്രിക്റ്റിനെയും കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതിനായിട്ട് ഏകദേശം 4,200 കോടി രൂപയാണ് UP സർക്കാർ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടെയുള്ള ബസ് സ്റ്റാൻഡിൻ്റെയും അതുപോലെ തന്നെ ഹൈവേൻ്റെ എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയുള്ള ഗവൺമെൻറ് തന്നെയാണ് കുറച്ച് എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ടൂറിസ്റ്റ് പോകുമ്പോൾ അവിടെയുള്ള അടുത്തൊരു നദിയും അതുപോലെ തന്നെ അവിടെയുള്ള റിവർ ബാങ്കിലെല്ലാം തന്നെ ഫൗണ്ടേഷൻ ഡാൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എത്തിച്ചേരാൻ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കിലോമീറ്റർ നീളത്തിൽ ഹൈവേ പണിഞ്ഞിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ ഒരു പാർക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതായത് രാമൻ ജനിച്ചിരുന്ന കാലങ്ങൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്ന രാമൻ്റെ ലൈഫ് സ്റ്റോറി എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന വിധത്തിൽ ഒരു വലിയൊരു പാർക്കും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റോറി ഓഫ് രാമ ഫുള്ളായിട്ട് ലേസർ ഷോയും അനിമേഷനുമായിട്ട് അവിടെ പോകുന്ന ഭക്തജനങ്ങൾക്കും ടൂറിസ്റ്റ് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് ലേസർ ഷോയും അനിമേഷനും വെച്ചിട്ടാണ് ഇത് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടും കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതായത് രാമൻ്റെ ശിലയാണ് അവിടെ പണിയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യു ഏകദേശം 251 മീറ്റർ നീളമായിരിക്കും ഉണ്ടാവുക. അതായത് വേൾഡിലെ ഏറ്റവും വലിയൊരു സ്റ്റാച്യുവിന് തന്നെ ഏകദേശം 1000 ചില്ലറ മീറ്റർ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യാവുന്നുള്ളൂ. ഏകദേശം 251 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി കരുതുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു ശില കാണാനും പലരും എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ അടിയോഗി പോലെയുള്ള ശിലയെല്ലാം പലയിടത്തും ഓപ്പൺ ചെയ്ത് അത് ഭയങ്കരധികം സക്സസ് ആണ്. അപ്പോൾ അതേ ഒരു പോലെ തന്നെ ഇവിടെയും സക്സസ് ആവും എന്നാണ് പലരും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാനും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ജയ്പൂരിനെ കൂടുതലും ആൾക്കാർ അറിയുന്നത് അതായത് ടൂറിസ്റ്റ് കൂടുതലും അട്രാക്ട് ചെയ്യപ്പെടുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പിങ്ക് സിറ്റി എന്ന പേരുകളാണ്. അതായത് അവിടെയുള്ള സ്ട്രീറ്റുകളായിക്കോട്ടെ വീടുകളായിക്കോട്ടെ അതുപോലെ തന്നെ മെയിൻ ടൂറിസ്റ്റ് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും പിങ്ക് കളറായിരിക്കും അവിടെ കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഇത് തന്നെയാണ് ജയ്പൂരിലെ പിങ്ക് സിറ്റിയുടെ മേജർ ഹൈലൈറ്റ്. അപ്പോൾ അതേ ഒരു പിങ്ക് സിറ്റി പോലെ തന്നെ അയോധ്യയിലും ഒരു പുതിയൊരു സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാൻ. അതായത് അയോധ്യയിൽ പോകുന്ന ആ വഴികളിലുള്ള വീടുകളും അതുപോലെ തന്നെ അവിടെയുള്ള സ്ട്രീറ്റുകളെല്ലാം തന്നെ അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സ്ട്രീറ്റുകളെല്ലാം തന്നെ പുതിയതായി ഡിസൈൻ ചെയ്തിട്ടാണ് അവിടെ പുതിയതായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള പെയിൻറ്റിങ്സും അതുപോലെ
അതുപോലെ തന്നെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരേപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ പെയിൻറ്റിങ്സും ഒരേപോലെ ഉള്ളതുകൊണ്ട് തന്നെ അതായത് ടൂറിസ്റ്റിന് കൂടുതലും അട്രാക്ഷൻ തോന്നുന്ന വിധത്തിലാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, അതായത് ഈ ഒരു ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് വെറും 17 ഹോട്ടലിൽ നിന്ന് 600 റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒട്ടും തന്നെ ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ക്ഷേത്രം പണിത് തീരുന്നതുകൊണ്ട് തന്നെ അയോധ്യയുള്ള ആൾക്കാരായിരിക്കില്ല കൂടുതലും പോവുക. അതായത് പുറം രാജ്യത്തു നിന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരുമായിരിക്കും പോകുന്നത്. അപ്പോൾ അവർക്കെല്ലാം തന്നെ തങ്ങാൻ വേണ്ടി ഹോട്ടൽ ഫെസിലിറ്റി മസ്റ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പണിയുടെ ഒപ്പം തന്നെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും വന്ന് ഏകദേശം 25,000 റൂംസോളം കൂടിയുള്ള ഹോട്ടലുകൾ പുതിയതായിട്ട് പല ഹോട്ടലുകളും നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ലോക്കൽ കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ജോലി സാധ്യതകളും കൂടി. അതുപോലെ തന്നെ അവിടെയുള്ള റോഡ് ഫെസിലിറ്റി, പാർക്കിംഗ് ഫെസിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇത്രയും പേര് അവിടെ എത്തിച്ചേരുന്നതുകൊണ്ട് തന്നെ അവിടെ എയർ പൊല്യൂഷൻ വരും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എയർ പൊല്യൂഷൻ കൂടുതലായിട്ടും വരികയാണെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളെല്ലാം വരുമ്പോൾ എയർ പൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ആയി മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് വന്ന് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് കൂടുതലും പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഡിഫക്റ്റായി തന്നെ മാറും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള അതായത് ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ മറ്റ് പല റിക്ഷ കാർസ് എല്ലാം തന്നെ അത് ഇലക്ട്രിക്കായി മാറ്റാൻ പോവുകയാണ്. അതായത് കൂടുതലും ഇലക്ട്രിക് വെഹിക്കിളാണ് അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്രോൾ ഡീസൽ വണ്ടികളെല്ലാം തന്നെ ഈ രാമക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ ഓടാൻ ബാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ക്ഷേത്രങ്ങളിലോട്ട് പോകുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഇത്ര കിലോമീറ്റർ മുമ്പ് തന്നെ അവിടെ ബാൻ ചെയ്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്വയം വണ്ടിയിൽ പോവുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് അതായത് തിരക്കനുസരിച്ചായിരിക്കും ഉള്ളിലോട്ട് കടത്തി വിടുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള പൊല്യൂഷനും അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അവരുടെ മെയിൻ ഫോക്കസ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതായത് സരായു റിവർ. അപ്പോൾ ഈ ഒരു സരായു റിവർ രാമായണത്തിലും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു ബുക്കിലെല്ലാം തന്നെ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു റിവർ തന്നെയാണ്. അപ്പോൾ ഈ സരായു റിവർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മൊത്തം ക്ലീൻ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം പല റിവറുകളും ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള പല ഇമ്പോർട്ടൻ്റ് ആയ റിവറുകളും ഉണ്ട് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ പായലും കുപ്പിയെല്ലാം നിറഞ്ഞിട്ട് അവിടെയെല്ലാം ടൂറിസ്റ്റ് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി സരായു റിവറിനെ അവർ മെയിനായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഗംഗ റിവറിനെ മൊത്തമായിട്ടും അതായത് പണ്ട് ഗംഗ ഉണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് അവിടെ മൊത്തമായിട്ടും മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കാമല്ലോ. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് അവിടെ ആദ്യമായിട്ട് തന്നെ ഒരു ഡെസ്റ്റിനേഷൻ പ്ലാന്റ് ഫിക്സ് ചെയ്തു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കുപ്പകളെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോവുകയും അതുകൊണ്ട് തന്നെ ഗംഗ ഫുള്ളായിട്ടും ക്ലീനായി മാറി. അപ്പോൾ അതേ ഒരു പ്ലാന്റ് ഈ ഒരു സരായു റിവറിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുക എന്നാണ് അയോധ്യയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോകുന്ന ടൂറിസ്റ്റിനായിക്കോട്ടെ അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ അവിടെ കുളിക്കാനും അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിനെ മൊത്തം അവർക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ടൂറിസ്റ്റിനെല്ലാം തന്നെ വെള്ളത്തിൻ്റെ തെളിച്ചമെല്ലാം കാണുമ്പോൾ അവർക്ക് കൂടുതലും അട്രാക്ഷൻ തോന്നുന്ന വിധത്തിലാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത്രയും ടൂറിസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ഇത്രയും വലിയ സിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴും അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും. അതായത് ടൂറിസ്റ്റിനെല്ലാം തന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമായി മാറും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 500 ഏക്കർ സ്ഥലത്താണ് സോളാർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പല ബിൽഡിങ്സിൻ്റെ മേലെയും സോളാർ പ്ലാന്റ് എക്സ്ട്രാ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ്സിൻ്റെ മാത്രമല്ല ഹൗസസിൻ്റെ മേലെല്ലാം തന്നെ എക്സ്ട്രാ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 500 ഏക്കർ സെപ്പറേറ്റ് സ്പേസിൽ തന്നെ അത് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഇതിൽ നിന്ന് ഫുള്ളായിട്ടും യൂട്ടിലൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പോലും എല്ലാം സ്മൂത്തായി റൺ ചെയ്യുന്ന വിധത്തിലാണ് അതും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അയോധ്യ സിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു വേദിക് സിറ്റിയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഗസ്റ്റ് ഹൗസ് മാത്രം അതായത് ഏകദേശം 40,000 ഗസ്റ്റ് ഹൗസ് മാത്രം പണിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഗസ്റ്റിനെല്ലാം തന്നെ തങ്ങാനും അതുപോലെ തന്നെ റെൻറ്റിനെല്ലാം കൊടുക്കുന്ന വിധത്തിൽ ഏകദേശം 40,000 ഗസ്റ്റ് ഹൗസ് എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും പലർക്കും ഒരു സംശയം ഉണ്ടാവും. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം ഇതുവരെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതായത് എങ്ങനെയാണ് അയോധ്യ മെക്കയും മദീനയുമായിട്ട് മാറാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സൗദി അറേബ്യൻ്റെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യൻ്റെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ മെക്കയും മദീനയുമാണ്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2018 തൊട്ട് 2022 വരെയുള്ള കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യൻ്റെ റവന്യൂവിൽ ഏകദേശം 150 ബില്യണും ഈ സൗദി അറേബ്യയിലെ മെക്കയും മദീനയും കാണാൻ പോകുന്ന ടൂറിസ്റ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചതാണ്. അതുമാത്രമല്ല ഏകദേശം 1 ലക്ഷം ആൾക്കാർക്കാണ് അവിടെ പെർമനൻറ്റ് ജോബും കിട്ടിയിരിക്കുന്നത്. അതായത് ഈ മെക്കയും മദീനയും കൊണ്ട് ഏകദേശം 1 ലക്ഷം ജോബാണ് സൗദി അറേബ്യയിലെ ആൾക്കാർക്ക് അതായത് പുറമേ നിന്നുള്ള ആൾക്കാർക്കും അവിടെയുള്ള ആൾക്കാർക്കും പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്.
ഇതേ കേസ് തന്നെയാണ് വെറ്റിക്കാൻ സിറ്റിയിലും ഉള്ളത്. അതായത് വറ്റിക്കാൻ സിറ്റിയിലും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് അവിടെയുള്ള മേജർ ടൂറിസ്റ്റ് റവന്യൂ വറ്റിക്കാൻ സിറ്റി കാണാൻ പോകുന്നതുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു സിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഒരു കൺട്രീൻ്റെ അതുപോലെ തന്നെ അതായത് സൗദി അറേബ്യൻ്റെ എല്ലാം തന്നെ കൂടുതലും അതായത് റവന്യൂ കൂടുന്നതും അതുപോലെ തന്നെ വെറ്റിക്കാൻ സിറ്റിൻ്റെ എല്ലാം റവന്യൂ കൂടുന്നത്. അപ്പോൾ അതേ അവസ്ഥയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ അയോധ്യയിൽ കൺസിഡർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നല്ലേ, ഇപ്പോൾ മുസ്ലിംസിന് എങ്ങനെയാണോ അതായത് മെക്ക മദീന പോലെയുള്ള സൗദി അറേബ്യനെ ഫുള്ളായിട്ടും കൺസിഡർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ ഫ്യൂച്ചർ സിറ്റി ആയിട്ടാണ് ഈ അയോധ്യനെ കൺസിഡർ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് UP ആദ്യത്തെ സ്റ്റേജിൽ ഏകദേശം 32,000 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അതിനുശേഷം 49,000 കോടി രൂപ വേറെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ 56,000 ജോബ്സ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് അവിടെയുള്ള ജനങ്ങളിൽ ഏകദേശം 56,000 പേർക്ക് ഇതിൽ നിന്ന് പെർമനന്റ് ജോബ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഏകദേശം 19,000 കോടി രൂപയാണ് ലോക്കൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അതായത് അവിടെയുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഏകദേശം 19,000 കോടി രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇത് എങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ അതായത് അമ്പലവുമായിട്ട് അവർക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, അതിൻ്റെ അടുത്തുള്ള ഹോട്ടൽ നിർമ്മിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഏകദേശം 19,000 കോടി രൂപയാണ് അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഏകദേശം 49,000 കോടി രൂപയും കിട്ടി. ഒപ്പം തന്നെ ടൂറിസ്റ്റ് സെക്ടർ ഡെവലപ്പ് ചെയ്യാൻ അതായത് ഭക്തജനങ്ങളെ മാത്രമല്ല ടൂറിസ്റ്റിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റിനെല്ലാം തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 6,176 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹോട്ടൽ, മ്യൂസിയം, ഗസ്റ്റ് ഹൗസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതുകൂടാതെ ഏകദേശം 1,80,000 കോടി രൂപയാണ് അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഹെൽത്ത് കെയർ, ഫുഡ്, ഹോട്ടൽ അതുപോലെ തന്നെ മറ്റ് എല്ലാ ഇൻഡസ്ട്രിയും കൂടിയാണ് ഈ 1,80,000 കോടി രൂപ 1,80,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ അതായത് ഇപ്പോൾ നോയിഡയിൽ നിന്നാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അവരുടെ റവന്യൂ 10% വരുന്നതെന്ന്. അപ്പോൾ ഈ ഒരു 10% ഫുള്ളായിട്ടും മാറ്റിയിട്ട് ഈ ഒരു അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിൽ നിന്നാണ് അവർക്ക് കൂടുതലും റവന്യൂ വരുന്ന വിധത്തിലാണ് അവർ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഹിന്ദു ഭക്തന്മാരും എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഏകദേശം 207 പ്രോജക്റ്റുകളാണ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ ഏകദേശം 2 ലക്ഷം കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 32,000 കോടിയും അതുപോലെ തന്നെ മറ്റ് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഭക്തജനങ്ങളെല്ലാം തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കൊടുത്തു. അതായത് അവരെല്ലാം തന്നെ കളക്ട് ചെയ്ത് അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം വരികയാണെങ്കിൽ 2 ലക്ഷത്തിലും അധികം കോടി രൂപയാണ് ഈ അയോധ്യ എന്ന് പറയുന്ന സിറ്റിയിലോട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു വലിയൊരു സിറ്റി ആയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ജനറേഷൻ സിറ്റി ആയിട്ടും അതുപോലെ തന്നെ UPയുടെ 1 ട്രില്യൺ എക്കണോമിയുടെ സ്വപ്നമായിട്ടും ഈ അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് മാറാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇതെല്ലാം തന്നെ പോസിബിൾ ആവുമോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സീ യു നെക്സ്റ്റ് വീഡിയോ.